ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പപ്പായ കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. പപ്പായ വട. ഓമയ്ക്ക എന്നോ കപ്ലങ്ങ എന്നൊക്കെ ഇതിനെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഓമയ്ക്ക എന്നാണ് പറയുന്നത്. നമ്മളിവിടെ ഒരു വലിയ ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടല്ലേ. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കണം. ഞാനിങ്ങനെ നീളത്തിൽ മുറിച്ച് കളഞ്ഞിട്ടാണ് അതിൻ്റെ തൊലി കളയുന്നത്. അതാണ് കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരുമിച്ച് ചെയ്യുന്നവരും ഉണ്ട്. ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ആ കഷ്ണങ്ങൾ എടുത്തു വെച്ച് നമ്മളത് നന്നായിട്ട് കഴുകിയെടുക്കും. ഇപ്പോൾ ഇതാ ആ ഫുൾ ഓമയ്ക്ക ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവോള കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അതിനുശേഷം അതെല്ലാം കൂടെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചോപ്പറിലിട്ട് ചെയ്തതാണ്. ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണെന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി. ഇവിടെ ഞാൻ പച്ചമുളകൊന്നും ഇടാഞ്ഞുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടത്. ഏതാണ്ട് 1 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ചേർക്കാം. മൈദയ്ക്ക് പകരം കടലമാവാണെങ്കിലും മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആദ്യം മൈദ ചേർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം മൈദ കൂടെ ചേർത്തു. അത് നമ്മളിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഇത് ഉപ്പാണ് ചേർത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്, പിന്നെ നമുക്കത് ഷേപ്പ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ അത് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് സാധാരണ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കയ്യിലെടുത്ത് ഒരു ഉരുള പോലെയാക്കി പിന്നെ അതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വടയുടെ ഷേപ്പിലാക്കി എടുക്കുക. ഇങ്ങനെ നമുക്ക് ആദ്യം കുറച്ച് മാത്രം ഞാൻ ചെയ്തു വെച്ചു. പിന്നെ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പരന്ന പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്കത് അതിലേക്കിട്ട് വറുത്തെടുക്കാം. നല്ലതായിട്ട് കുഴിഞ്ഞ് ചീനച്ചട്ടിയിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ അധികം എണ്ണ യൂസ് ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ പരന്ന പാനിൽ നമ്മൾ കട്ട്ലേറ്റൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുവാണ്. ഇടയ്ക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിനി ഇത് മൊരിച്ചെടുക്കാം. പപ്പായയ്ക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എളുപ്പം ഇത് വെന്ത് കിട്ടും. അങ്ങനെ ഓരോന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. നമ്മളത് കോരിയെടുക്കുവാണ്. ആ സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ അടുത്തത് ഇങ്ങനെ ഇടുന്നുമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വട റെഡിയാക്കി എടുത്തു. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ വട കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഓമയ്ക്കൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. താങ്ക് യു.